everyone, I'm Anantha. ഞാൻ നമ്മുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. ഇപ്പം എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ നോർത്ത് ക്യാമ്പസിലെ ഇൻഡർപ്രസ് കോളേജിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഞാൻ ഒരു സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈവൻ പ്ലസ് ടു വെച്ചും ഞാൻ സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻ്റ് തന്നെയായിരുന്നു. ആൻഡ് ദിസ് ഈസ് മൈ കോളേജ്. So Anantha, how did you know about CUET? CUET ആക്ച്വലി എൻ്റെ അമ്മയായിരുന്നു ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ച് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് CUET കണ്ടുപിടിച്ചത്. ബട്ട് മെയിനായിട്ട് പറഞ്ഞാൽ CUET അത് പ്രെപ്വൈസിന്റെ കുറച്ച് വീഡിയോസ് ആയിരുന്നു മെയിൻ ശരിക്കും പറഞ്ഞാൽ സഹായിച്ചത്. അത് എന്താ പറയാ, CUET കുറിച്ച് അറിഞ്ഞപ്പോഴേ എന്താ ചെയ്യേണ്ടത്, എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതും ജനറൽ ടെസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം കൂടെ അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എല്ലാം മതിയാക്കാൻ തന്നെ വിചാരിച്ചു. പക്ഷേ എനിക്കത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ അത് കഴിഞ്ഞ് എന്താ പറയാ, പ്രെപ്വൈസിന്റെ തന്നെ പല വീഡിയോസും ഒക്കെ കണ്ടു. ജനറൽ ടെസ്റ്റ് എനിക്കൊരു കടമ്പ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് എങ്ങനെയോ എനിക്ക് പറ്റിയ കാര്യങ്ങൾ അത് മെയിൻ ന്യൂസ് പേപ്പർ, പിന്നെ യൂട്യൂബ് വീഡിയോസ്. So Anantha, how was your preparation and what was your preparation strategy? Preparation strategy, എനിക്ക് സ്ട്രാറ്റജി ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ട് അറിയത്തില്ല. പക്ഷേ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പ്രെപ്വൈസിൽ ജോയിൻ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് CUET കുറിച്ച് വേണ്ടി എന്തെങ്കിലുമൊക്കെ നോക്കുന്നത്. പ്ലസ് 1 പ്ലസ് 2 ബോർഡ് എക്സാംസ് അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വില്ലനായിരുന്നു. പക്ഷേ ബോർഡ് എക്സാംസും CUET കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് മെയിനായിട്ട് പ്രെപ്വൈസിന് പല കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് നമുക്ക് സ്കൂൾ ബേസിൽ തന്നെ നമുക്ക് സ്കൂളിൽ നടക്കുന്ന പോർഷൻസിന്റെ കൂടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ആ 4 പേപ്പേഴ്സിന്റെ തന്നെ പ്രെപ്വൈസിനുള്ള ടെസ്റ്റ്. പിന്നെ വേണമെങ്കിൽ അവരുടെ വീഡിയോസ് നമുക്ക് ചിലതൊക്കെ അല്പം ലെങ്തി ആയത് കാരണം പലരും സ്കിപ്പ് ചെയ്യുമായിരുന്നു. ബട്ട് അവരുടെ വാല്യൂ ആഡ് നോട്ട്സ്, പിന്നെ അതുപോലെ തന്നെ അവരുടെ ടെസ്റ്റ് സീരീസ് മെയിൻലി എനിക്ക് വളരെയായിട്ട് പ്രയോജനപ്പെട്ടായിരുന്നു. കാരണം നോട്ട്സ് എനിക്ക് കംപ്ലീറ്റ് വായിക്കാനുള്ള ടൈം കിട്ടിയില്ലെങ്കിലും ഞാൻ ടെസ്റ്റ് സീരീസ് ട്രൈ ചെയ്യുമായിരുന്നു. ടെസ്റ്റ് സീരീസ് ചെയ്തിട്ട് തന്നെ അതിൽ അവരുടെ തന്നെ ഭയങ്കര അനാലിസിസും ഒക്കെ ഉള്ളതുകൊണ്ട് വീണ്ടും അത് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആ ടെസ്റ്റ് സീരീസ് നമുക്ക് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് കൂടിയിട്ട് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം തെറ്റിയതും ഇനി നമ്മൾ ആദ്യം ചെയ്തതിലും ഇപ്പോഴത്തേലെന്നുള്ള അനാലിസിസ്, അങ്ങനെ അതൊക്കെയായിരുന്നു മെയിനായിട്ട് പറയുകയാണെങ്കിൽ. ഞാൻ ടെസ്റ്റ് സീരീസ് ആയിരുന്നു എൻ്റെ രീതിയിൽ പറഞ്ഞ പോലെ. ആൻഡ് ഫസ്റ്റ് നമ്മൾ എന്താ പറയാ, ഇംഗ്ലീഷ് കാണുമ്പോൾ ഒരിതായിട്ട് തോന്നും. പക്ഷേ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് എന്താ പറയാ, പഠിക്കാനായിട്ട് നിങ്ങൾക്ക് മെയിൻ സംഭവം ടെസ്റ്റ് സീരീസ് ആണ് സഹായിക്കുന്നത്. Okay, so what was your desired course and your desired university? Desired course obviously എനിക്ക് ഫസ്റ്റ് മുതലേ ഇംഗ്ലീഷ് ആയിരുന്നു, ഇംഗ്ലീഷ് ഓണേഴ്സ് ആയിരുന്നു. ബട്ട് ഡിസൈർഡ് കോളേജ് അതെനിക്ക് പ്രത്യേകിച്ച് ഇല്ലായിരുന്നു. കാരണം ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് തന്നെ അറിയുന്നത് CUET ഏകദേശം CUET എക്സാം എടുക്കാറായപ്പോഴാണ് ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് അറിയുന്നത്. അത് ഇതുപോലെ എന്താ പറയുക, നമുക്ക് പല ഓൺലൈൻ മീറ്റ് ഒക്കെ വയ്ക്കുന്നതിൽ എല്ലാവരുടെയും ഡിസൈർഡ് കോളേജ് ഡൽഹി യൂണിവേഴ്സിറ്റി കേട്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കുറച്ച് മനസ്സിലാക്കിയത്. അതിനുശേഷം എനിക്ക് കോളേജസും അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഞാൻ ഞാൻ കേട്ടായിരുന്നു ഗേൾസിന് വേണ്ടിയുള്ള നല്ല കോളേജ് അതാണെന്ന്. പക്ഷേ ഞാൻ എൻ്റെ പ്രസന്റ് കോളേജിൽ ഞാൻ ഹാപ്പിയാണ്. ഡിസൈർഡ് കോളേജ് ആയിട്ട് nothing like that. Okay, so about Prepwise and how Prepwise helped you. Prepwise helped me. In fact, ഞാൻ ആദ്യം മുതലേ പറഞ്ഞ CUET ഞാൻ പ്രത്യേകിച്ച് എയിമൊന്നും ഇല്ലാതെ എന്തായാലും പോകുമല്ലേ, ഒരു എൻട്രൻസ് എക്സാം എഴുതാം എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുത്തത്. പക്ഷെ പ്രെപ്വൈസ് വന്നതിന് ശേഷം എൻ്റെ കംപ്ലീറ്റ് എല്ലാ ധാരണകളും മാറി. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സ്റ്റാർട്ട് ചെയ്തത്. മീൻസ് ആദ്യമൊന്നും എനിക്ക് ഒരു സീരിയസ്നെസ് ഇല്ലായിരുന്നു. പക്ഷെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ പ്രയോജനങ്ങളും പഠിക്കുന്ന ആൾക്കാരുടെ തന്നെ ചില മോട്ടിവേഷണൽ ആയിട്ടുള്ള ഓൺലൈൻ മീറ്റ്സ്, ഗൂഗിൾ മീറ്റ്സ് ഒക്കെ വെച്ചപ്പോൾ തന്നെ എന്താ പറയാ, എത്തണം അവിടെ ചെല്ലണം എന്നൊക്കെ ഉള്ള ഒരു
ഒരു ഫീൽ ഉണ്ടായി തുടങ്ങിയത് എന്റെ പ്രപ്പോയ്സിനാണ്. പിന്നെ നമുക്ക് മെന്റേഴ്സ് ആയിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയും മെന്റേഴ്സിന്റെ ഒരു കോൾ ഉണ്ട്. അപ്പൊ തന്നെ പറയാനുള്ള എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും. ഞാൻ ഇന്നലെ ഇത് ചെയ്തിരുന്നു, അന്ന് ഞാൻ ഇത് ചെയ്തു, അയക്കാനുള്ള മെസ്സേജസ്, അങ്ങനെ നമ്മള് ഒരു വീക്ക് നമ്മൾ ഫുള്ള് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് പറയണം. അപ്പൊ അതൊക്കെ ഒരു രീതി പറഞ്ഞ എന്താ പറയാ, നമ്മള് പഠിക്കുന്നതിനേക്കാൾ നല്ല ഒരു ഗെയിം കളിക്കുന്ന ഒരു നമ്മളെ സ്വയം ഒരു ടെസ്റ്റ് ചെയ്ത് കൊടുത്തൊരു ഫീലായിരുന്നു. പക്ഷെ മെയിനായിട്ട് പറഞ്ഞ പ്രപ്പോയ്സ് നല്ലപോലെ സഹായിച്ചു. കാരണം ഫസ്റ്റ് ഇതുപോലെയൊന്നും ആയിരുന്നില്ല നമ്മൾ എടുക്കണമെന്നുള്ളത്. പക്ഷെ നല്ലപോലെ സഹായിച്ചു. വീഡിയോസ്, വാല്യൂ ആഡഡ് നോട്ട്സ് ആൻഡ് എസ്പെഷ്യലി അഭയ് സാറിന്റെ യൂട്യൂബ് വീഡിയോസ്, റൈ സാറിന്റെ ഇൻസ്പിറേഷണൽ വേർഡ്സ് എല്ലാം പ്രപ്പോയ്സ് വളരെയധികം സഹായിച്ചു. Okay, so any message for CUET 2024 aspirants? മെസ്സേജ് പറയാനും മാത്രം ഞാൻ എന്താ പറയാ, നമ്മള് പഠിക്കുന്ന സമയത്ത് നമുക്കത് അധികം ഇതായിട്ട് തോന്നത്തില്ല CUET. പക്ഷെ എത്തിക്കഴിയുമ്പോഴേ അറിയുള്ളൂ എന്താണെന്നുള്ള. ഇവിടെ നമ്മൾ അവിടത്തേനേക്കാൾ നമ്മള് എന്താ പറയാ, ഏറെക്കുറെ നമുക്ക് ഇവിടെയുള്ള സ്കോപ്പും ഫാക്കൽറ്റീസിനൊക്കെ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ബെസ്റ്റ് ആണ്. ആൻഡ് പേടിക്കാനായിട്ട് ഒന്നുമില്ല. ഇംഗ്ലീഷൊക്കെ നമ്മള് ആദ്യം ഭയങ്കരമായിട്ട് പേടിച്ചായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും എളുപ്പം ഉണ്ടായിരുന്നത് ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷ് ഓണേഴ്സ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാര് സപ്പോർട്ട് ഉണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് എവ്രി വൺ. താങ്ക് യു.